പുനലൂരിൽ റബ്ബർ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം പലരും മറന്നു കാണില്ല. സെപ്റ്റംബർ 23-നായിരുന്നു അങ്ങനെ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ 40 ദിവസത്തോളമാകുന്നു. ആ സമയത്ത് വലിയ ചർച്ചകൾ നടന്നതാണ്, വലിയ പരിശോധനകൾ നടന്നതാണ്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഇതുവരെ ആ മൃതദേഹം ആരുടേതാണെന്നോ കൊല നടത്തിയത് ആര് എന്നതിലോ ഒരു വ്യക്തതയില്ല. പക്ഷേ ഇന്ന് പോലീസ് ആ പ്രദേശത്ത് പരിശോധന നടത്തിയപ്പോൾ താക്കോൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അതായത് ഈ മൃതദേഹം പൂട്ടിയ നിലയിൽ കണ്ടെത്തിയ ആ പൂട്ടിൻ്റെ താക്കോലാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ചില സംശയങ്ങൾ ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം 40 ദിവസമാകുന്നു ഈ മൃതദേഹം കണ്ടെത്തിയ സമയത്ത് അവിടെ കൊണ്ടുപിടിച്ച പരിശോധന നടന്നതാണ്. ആ സമയത്തൊന്നും തന്നെ ഇങ്ങനെ ഒരു താക്കോൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏതായിരുന്നാലും പോലീസ് പറയുന്നത് മുഖവിലേക്ക് എടുക്കുക എന്നത് തന്നെയാണ്. അന്വേഷണ സംബന്ധിച്ച് ഇപ്പോൾ പുതിയ കാലഘട്ടമാണ്. അപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെതായ എല്ലാ വെല്ലുവിളികളും ഉണ്ടാകും. കുറ്റവാളികൾ പല തന്ത്രങ്ങൾ പയറ്റും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ 40 ദിവസമൊക്കെ ആയാൽ ഒരു കേസിൽ ഒരു തുമ്പുമില്ലെങ്കിൽ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു, അല്ലെങ്കിൽ പോലീസ് ഒരു തുമ്പുമില്ലാതെ അലയുന്നു എന്ന തരത്തിലൊക്കെ പണ്ട് പത്രങ്ങളിലൊക്കെ വാർത്ത വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് പോലീസിന് നേരെ ഒരു ശക്തമായ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമില്ല. അത് പല കേസുകളിലും അങ്ങനെ തന്നെയാണ്. പുനലൂരും ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോലീസിനെ വിമർശിക്കുന്ന തരത്തിൽ ഇതുവരെ ഏതെങ്കിലും മാധ്യമങ്ങളിലൊന്നും വാർത്ത വന്നിട്ടില്ല. പക്ഷേ ഈ താക്കോൽ കണ്ടെത്തുമ്പോൾ ഇനി എന്താണ് പോലീസിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്നതിൽ വലിയ ആകാംക്ഷയും കൗതുകവുമുണ്ട്. കാരണം ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ ചില പരാതികൾ ഉയർന്നു വന്നിരുന്നു. കാരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല ഡ്യൂട്ടികളിലേക്ക് ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകും? അത്തരമൊരു ചർച്ച വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ താക്കോൽ കണ്ടെത്തിയെന്ന് പറയുന്നത്. ചിലരുടെ വിമർശനമൊക്കെ വരുന്നത് പണ്ട് എസ്കത്തി വിവാദമൊക്കെ ഉണ്ടായ സമയമുണ്ട്. ആ തരത്തിലൊക്കെ എന്തെങ്കിലും സംഭവമാണോ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്ന ചോദ്യമൊക്കെ നാട്ടുകാരിൽ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാത്ത ആരും അവിടെ വരില്ല, അവിടെ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ദുരൂഹത അവശേഷിക്കുന്നു. ആ പ്രദേശത്തുള്ള ആളല്ല കൊല്ലപ്പെട്ടത്. അന്ന് വന്ന ഒരു വിവരം ഈ ഇടതുകാലിന് മുടന്തുള്ള ആളാണ്, അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആളാണോ എന്ന സംശയമുണ്ട്. തമിഴ്നാട്ടിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ അന്വേഷിച്ചെങ്കിലും ഇതുവരെ അങ്ങനെ ഒരാളിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ സ്വാധീനക്കുറവ് വളരെ പ്രകടമായി തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരാളിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അത് ഇതിനു മുൻപ് തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ബാഗ്, ഈ ഒരു കന്നാസ്, അതോടൊപ്പം തന്നെ മുട്ടായി, ബാഗിനകത്തുണ്ടായിരുന്ന ചില ഈ മധുരം ഉള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ ചില നാണയത്തൊട്ടുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആ ബാഗിനകത്തുണ്ടായിരുന്നത്. ഒരു കത്രിക ഉണ്ടായിരുന്നു എന്ന വിവരം ആ സമയത്ത് പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരത്തുള്ള കുപ്പിവെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ അവിടെ നിന്ന് ലഭിച്ചു എന്ന വിവരം പുറത്തു വന്നു. അത് ഈ ചിറയൻകീഴ് ഭാഗത്ത് നിർമ്മിക്കുന്ന കുപ്പിവെള്ളത്തിൻ്റെ ബോട്ടിലാണെന്ന വിവരമാണ് പുറത്തു വന്നത്. ആ വഴിക്ക് അന്വേഷണം നടന്നു. അവിടെയുള്ള കടകളൊക്കെ കേന്ദ്രീകരിച്ച് അത്തരത്തിൽ പരിശോധന നടത്തി. ഏതായിരുന്നാലും ഇതുവരെ ഇതിലൊരു തുമ്പുണ്ടാകുന്നില്ല. 40 ദിവസം കഴിയുമ്പോൾ വരുന്നൊരു വിവരം ഇങ്ങനെ ഒരു താക്കോൽ കിട്ടിയെന്നത് മാത്രമാണ്. അവിടെ ഈ കോഴിയൊക്കെ പറത്തുന്ന ചില ചടങ്ങുകളുണ്ട്. പണ്ട് ദുർമന്ത്രവാദം വളരെ കാലം മുൻപ് ആ ഭാഗത്തൊക്കെ ഈ നരബലി പോലുള്ള കാര്യങ്ങൾ നടന്നു എന്ന വിവരം വരുന്നുണ്ട്. അവിടെ ഒരു സ്വർഗരതിയുടെ സാധ്യത ചിലർ പറഞ്ഞു കേട്ടു. ഇങ്ങനെ ഒരാളെ അവിടെ കൊണ്ടുവരികയും പിന്നീട് തർക്കത്തെ തുടർന്ന് കൊലപ്പെടുത്തിയതാകാമെന്ന തരത്തിലുള്ള വിവരങ്ങൾ. ട്രാൻസ്ജെൻഡർ ആണോ എന്ന സംശയം ചിലർ പറഞ്ഞു. പുരുഷൻ്റെ മൃതദേഹമാണെന്ന ഒരു വിവരം പോസ്റ്റ്മോർട്ടത്തിലൂടെ പുറത്തു വന്നിരുന്നു. ഏതായിരുന്നാലും അങ്ങനെയുള്ള ഈ ലൈംഗികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ അവിടെ എത്തിച്ചതും പിന്നീട് കൊലപ്പെടുത്തിയതുമാണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ അവശേഷിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള ഊഹാപോഹങ്ങളെല്ലാം തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും ചില പരാതികളും അഭിപ്രായങ്ങളും ഉയർന്നു വരുമ്പോഴും പോലീസ് കൃത്യമായി ഇതുവരെ പ്രതിയിലേക്ക് എത്തിയില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ മരിച്ചതാര് എന്നതിലും വ്യക്തതയില്ല. മുഖം പൂർണ്ണമായും കരിഞ്ഞ നിലയിലായിരുന്നു. അത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതല്ല, ആസിഡ് ഒഴിച്ചതാണെന്ന ചില വിവരങ്ങൾ പുറത്തു വന്നു. കാരണം മുഖം മാത്രമാണ് കരിഞ്ഞിട്ടുള്ളത്. പെട്രോൾ ഒഴിച്ച് കത്തിച്ചുവെങ്കിൽ തൊട്ടടുത്തുള്ള കരിയിലൊക്കെ കത്തിപ്പോകുമായിരുന്നു. അങ്ങനെ കത്തിപ്പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി മുഖം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അങ്ങനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയതാണെന്ന നിഗമനവും ഉണ്ടായി. ഏതായിരുന്നാലും പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് പറയുന്നു ഒരു തെളിവ് കൂടി കിട്ടിയെന്നതാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ എത്രമാത്രം ശക്തമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നതിൽ വലിയ സംശയം അവശേഷിക്കുന്നുണ്ട്.